അഞ്ചെണ്ണം മാത്രം, 5 പേര് മാത്രം. ഏറ്റവും ഒന്ന് വന്നിട്ട് ഒന്ന് സംസാരിച്ച് പെട്ടെന്ന് പോവാം കേട്ടോ. അവിടെ കൊടുത്താൽ മൈക്ക് അവിടെ കൊടുത്താൽ. ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരാളാവുമ്പോൾ 13 എണ്ണം ഉണ്ടാവും, 12 എണ്ണം വരും. അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. പ്ലീസ് ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ നമുക്കെല്ലാം കൊടുക്കാം. ഇത്രയും നല്ലൊരു ക്യാമ്പ് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു എഫേർട്ടുണ്ട്. ജില്ലയിലെ നേതാക്കന്മാരായിട്ടുള്ള എല്ലാവരെയും ആദ്യം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മളൊരു സംഘടനയുടെ ക്യാമ്പാണ്, യൂത്ത് വിങ്ങിൻ്റെ. അപ്പോൾ സംഘടനാപരമായിട്ടുള്ള ചർച്ചകൾ നടത്താനും അതിലിപ്പോൾ വ്യാപാരികൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ളൊരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുമെന്നുള്ളൊരു അഭിപ്രായം നിലവിലുണ്ട്. ഇനി ഭാവിയിലുള്ള ക്യാമ്പുകളിൽ അങ്ങനെ ആ സംഘടനാ ചർച്ചകൾ ഇപ്പോൾ നടത്താനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടാക്കണം. ഇപ്പോൾ ഓരോ സെഷനൊക്കെ നല്ലതായിരുന്നു. ഇന്നലെ ദേവസ്യ സാറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, സംഘടനയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സെഹല പറവിൻ്റെ കുറച്ചൊരു വിരസത തോന്നിയിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ശരിക്കും അവരൊരു ഫാമിലിയിൽ ക്ലാസ് എടുക്കേണ്ട ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിപ്പോൾ ഭാര്യ ഭർത്താക്ക്, അതായത് കപ്പിൾസ് ഇരിക്കുന്ന ഒരു വേദിയിൽ അവർക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു 150 ജെൻസ് ആയിട്ടുള്ള ആളുകളെ അവർക്ക് നല്ല രീതിയിൽ മേയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ക്യാമ്പുകൾ തമ്മിലൊരു പരിചയപ്പെടൽ നമുക്ക് വേണ്ടതായിരുന്നു. നമുക്ക് സമയപരിമിതി ഒരുപാടുണ്ട്. എന്നിരുന്നാലും ഇന്നത്തെ നമ്മുടെ സുലൈമാൻ സാറിൻ്റെ ക്ലാസ്, അതാണ് ഈ ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത്. നമുക്ക് നല്ലൊരു ഹാപ്പി ആയിട്ട് പോവാൻ നമുക്ക് ഒരുപാട് ഐഡിയാസ് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ഇന്ന് ഈ ക്യാമ്പിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം ബാപ്പു ഹാജി ഉൾപ്പെടെയുള്ള ആളുകളോട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ റിയാസ് സാറ് നേരത്തെ പറഞ്ഞു, നമ്മുടെ സംഘടന ഏറ്റവും വലിയ സംഘടനയാക്കി തീർത്തത് നസറുദ്ദീൻ സാറാണ്. നസറുദ്ദീൻ സാറ് മരണപ്പെട്ടിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ പുസ്തകം സംഘടന ഇറക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രമാണ്. കേരളത്തിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നസീർ ക എന്ന് പറയുന്ന വ്യക്തി ഒരു ചരിത്രമാണ്. ആ ചരിത്രം ഒരു ഓർമ്മ പുസ്തകമായിട്ട് കേരളത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾക്ക് അദ്ദേഹവുമായിട്ടുള്ള നല്ലൊരു ബന്ധം ഉണ്ടാവും. അത് എഴുതി നല്ലൊരു പുസ്തകമാക്കി ഇറക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന വെക്കുകയാണ്. ആ ചരിത്രം എപ്പോഴും ഭാവി, നമ്മൾ ഈ ഒരു കാലം കഴിയും, വരുന്ന തലമുറയെങ്കിലും ആ പുസ്തകം കണ്ടിട്ട് ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് അറിയണമെങ്കിൽ എപ്പോഴും ചരിത്രം രേഖപ്പെടുത്തണം. അങ്ങനെ ഒരു ഓർമ്മ പുസ്തകം കൂടെ ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കാം. പെട്ടെന്ന് നമുക്ക്